പാർട്ടി പരിപാടിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. രണ്ട് പാർട്ടിയുടെയും ലക്ഷ്യം പാർട്ടി പരിപാടിയാണ്. ഈ പാർട്ടി പരിപാടിയാണ് ഞാൻ പറയുന്ന നേരത്തെ പറഞ്ഞ കാര്യം. അതായത് പാർട്ടി മുന്നോട്ടേക്ക് വെക്കുന്ന ലക്ഷ്യം മുഴുവൻ നമുക്ക് കേരളത്തിലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് വളരെ ലളിതമാണ് ഉത്തരം. അതെ, സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? വെറുതെ സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞപ്പോൾ നിങ്ങൾ സാധിക്കില്ല എന്ന് മാത്രമേ കൊടുക്കുള്ളൂ വാർത്ത. അതുകൊണ്ട് എന്തുകൊണ്ട് സാധിക്കില്ല? ഇപ്പം ഞാൻ ഇതിനിടെ ഒരു പത്രക്കാരനോട് ചോദിച്ചു, ഞങ്ങൾ പറയുന്ന മുദ്രാവാക്യങ്ങളൊക്കെ മുഴുവൻ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അന്ന് എന്തേ സാധിക്കാതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ ചോദിച്ചു. വളരെ ലളിതമായ ചോദ്യമായിരുന്നല്ലോ. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് ചോദിച്ചു. അവസാനം അവർ കുറേ ആളുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ വിപ്ലവം ജയിക്കട്ടെ എന്നാണ്. എത്ര കൊല്ലായി പിടിക്കാൻ തുടങ്ങിയിട്ട് ചോദിച്ചു. ജയിച്ചിട്ടില്ല. അതൊക്കെ സുദീർഘമായ കാലത്ത് നടക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ്. അതെ, അത് നമ്മുടെ ലക്ഷ്യം തന്നെയാണ്, സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ. എന്നാൽ ഇന്നത്തെ ഇന്ത്യ വരുന്നത്, ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഒരു അവതാരകനോ അവതാരികയോ എന്നോട് ചോദിച്ചു, ഈ പിണറായി ഭരണകൂടം അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, 4 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അന്നേരം ഇടപെട്ടിട്ട് ഞാൻ പറഞ്ഞു, പിണറായി ഭരണകൂടമല്ല. അല്ലേ അവതാരിക അവരൊക്കെ ഈ ബൈഹാർട്ടാണല്ലോ, അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല. പിന്നെ ആരതാ ചോദിച്ചു. ഞാൻ പറഞ്ഞു നരേന്ദ്രമോദി ഇന്ത്യയാണ്. നരേന്ദ്രമോദി ഇന്ത്യയോ? ഞാൻ പറഞ്ഞു അതെ. കേരളത്തിലെ ഭരണകൂടോ? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ എനിക്ക് മനസ്സിലായി, അവർക്കത് മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ഭരണകൂടം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മാധ്യമം, ഇത് 4ഉം ചേരുന്നതിനെയാണ് ഭരണകൂടം എന്ന് പറയുക. അതിൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് മാത്രമേ കേരളത്തിൽ നമ്മുടെ കയ്യിലുള്ളൂ, ഭരണം. ആ ഭരണം ഒഴിച്ച് ബാക്കി 3 ഭാഗവും നമ്മുടെ കയ്യിലല്ല. അങ്ങനെ വരുമ്പോൾ അതിന് പരിമിതിയുണ്ട്. ആ പരിമിതിയാണ് 57 സഖാ VMS പറഞ്ഞത്, ഞങ്ങളുടെ പരിമിതി ഇതാണ്. ഭരണകൂടം കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് കേരളവും. UP പോലെ തന്നെ, മധ്യപ്രദേശ് പോലെ തന്നെ കേരളവും ഈ ഭരണകൂടത്തിൻ്റെ കീഴിലാണ്. ആ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുമ്പോൾ ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ്റിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന പരിമിതി. എന്നാൽ ഈ പരിമിതിക്കകത്തു നിന്നുകൊണ്ടും കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ കഴിയും. അതാണ് അവസരം. അപ്പോൾ ഈ അവസരം ഉപയോഗിക്കുകയും ഈ പരിമിതിയെ തുറന്നു പറയുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ശരിയായ സമീപനം.